അവന്റെയും അവളുടെയും അല്ല, എല്ലാവരുടെയും ചരിത്ര സാക്ഷി ഞാനാണ് കാരണം. യുഗങ്ങൾക്ക് മുമ്പ് തരിശുഭൂമിയെ ഫലഭൂയിഷ്ടമാക്കിയ മനുഷ്യന് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിരുന്നു. അതായത് എല്ലാവരും ഒരുമിച്ച് കൃഷി, വിളവെടുപ്പ്, എന്തിനു പറയുന്നു, പട്ടയടി വരെ ഒരുമയോട് അവർ അധ്വാനിച്ചു, ഭക്ഷിച്ചു, വിശ്രമിച്ചു. സുഖ ജീവിതം. ഇത് തന്നെ നമ്മൾ തേടിയ സ്ഥലം. അതെ അതെ, ഇത് തന്നെ നമ്മുടെ നാടോടി ജീവിതത്തിന്റെ ഭൂമി. ജാക്ക് ഫ്രൂട്ട്, മാങ്ങ ഫ്രൂട്ട്, കോക്കനട്ട്. പിന്നെ പുത്തരിയിൽ നമ്മുടെ കന്നുകാലികളൊക്കെ മെയിന് കൊടുക്കും. ഒരു പുഴ, പുഴയല്ല പൊട്ട, എന്തായാലും എനിക്ക് കുളിക്കാനൊരു കുളക്കട. ഞാനിത് നീന്തി തുടിച്ചു നടക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ വാസസ്ഥലം, സ്ഥിര താമസമാക്കാൻ പറ്റിയ സ്ഥലം. അതെ അതെ, നമ്മുടെ സുഖജീവിതത്തിന് പറ്റിയ ദൈവത്തിന്റെ സ്വന്തമാണ്. തന്നാനേ താനാ തിന തന്നാനം താനാ, തന്നാനേ താനാ തിന തന്നാനം താനാ. ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ കാലം പോരായുഗത്തിൽ, ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ കാലം പോരായുഗത്തിൽ. തന്നാനേ താനാ തിന തന്നാനം താനാ, തന്നാനേ. ഈ സന്തോഷവും സുഖവും എത്രനാൾ നിലനിൽക്കും നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്കറിയാം. കാരണം ഞാനാണ് ഇതിന്റെയൊക്കെ സാക്ഷി. സാക്ഷിയാണെങ്കിലും സംഭവിക്കാൻ പോകുന്നു പ്രവചിക്കാൻ ഞാനാരുമല്ലേ. You will see. എന്താ ഇവിടെ? ആരത്? നിങ്ങൾ ആരാത് ചോദിക്കാൻ? നീ ആരടി? നീയാരാ? 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 സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ്. ഇല്ല, ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണത്. മക്കളെ, നമ്മൾ പരദേശികൾ എന്തിനാണ് വെറുതെ തമ്മിൽ തല്ലുന്നത്? അതെ, സമാധാനത്തോടെ നമുക്കിവിടെ ജീവിക്കാം. ദേ, ഇനി ഒരുമിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല. നമുക്ക് ഈ ഭൂമി വീതം വയ്ക്കാം. ഞാനിത് മുൻപേ പറയാനിരിക്കുകയായിരുന്നു. ഇനി കൃഷി ഇറക്കലും വെച്ച് കിടക്കലും എല്ലാം വേറെ വേറെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് ഈ ഭൂമി അളന്നു തിരിക്കാം. അതെ, ഇതിന് നേരെ ഒരു വര വരച്ചാൽ കാര്യങ്ങൾക്ക് ഒത്തുതീർപ്പാണ്. ആര് വരയ്ക്കും? ഞാൻ വരയ്ക്കാം. വേണ്ട, ഞാൻ വരച്ചോളാം. ഇല്ല, ഞാൻ വരയ്ക്കും. ഞാൻ വരയ്ക്കും. കട്ടായി.